ഇപ്പോഴത്തെ ടീനേജ് കുട്ടികൾ വരെ തലമുടിക്ക് പല വിധത്തിലുള്ള കളറുകൾ നൽകുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? പച്ച നിറത്തിൽ നൽകുന്നുണ്ട്, ഓറഞ്ച് നിറത്തിലുണ്ട്, നീല നിറത്തിലുള്ള കളറുകളുണ്ട്, മജന്ത കളേഴ്സ് ഉണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള കളറുകൾ ഇപ്പോഴത്തെ ടീനേജ് പെൺകുട്ടികളായിക്കോട്ടെ യുവാക്കളായിക്കോട്ടെ മുടികൾക്ക് നൽകാറുണ്ട്. കാണാനൊരു കൗതുകവും ആൾക്കാരുടെ ഇടയ്ക്ക് പെട്ടെന്ന് ശ്രദ്ധ കിട്ടുന്നതിനും ഇത് സഹായിക്കും എന്നുള്ളത് കൊണ്ട് ഒരു 3 ആഴ്ച കൂടുമ്പോഴും മാസത്തിലൊരിക്കലും ഇവർ ഈ കളറുകൾ ചേഞ്ച് ചെയ്യാറുമുണ്ട്. എന്നാൽ തുടർച്ചയായിട്ട് ഇത്തരത്തിൽ ഇങ്ങനെ കളർ ചെയ്യുന്നത് പലപ്പോഴും നിങ്ങൾക്ക് വൃക്കരോഗ സാധ്യത ഉണ്ടാക്കുന്നുവെന്ന് ഒരു പഠനത്തിൽ കണ്ട്. ഈ പഠനം നടത്തുന്നതിന് കാരണം ഇത്തരത്തിൽ തുടർച്ചയായിട്ട് കളർ ചെയ്ത ഒരു പെൺകുട്ടിക്ക്, യൂറോപ്പിലാണ്, പെൺകുട്ടിക്ക് വൃക്കരോഗം പിടിപെട്ടതിനെ തുടർന്ന് ഈ കുട്ടി ഉപയോഗിച്ച ഡൈയെ പറ്റി നടത്തിയ പഠനത്തിൽ ക്വാളിറ്റി കുറഞ്ഞ ഡൈകൾക്കകത്ത് ഹെവി മെറ്റൽ ആയിട്ടുള്ള മെർക്കുറി, കാഡ്മിയം, ലെഡ് പോലുള്ളവയുടെ കണ്ടന്റ് കണ്ടെത്തുകയുണ്ടായി. മുടിയിൽ പുരട്ടി കഴിഞ്ഞാൽ എങ്ങനെയാണ് വൃക്കകൾ പോകുന്നതെന്ന് സംശയം തോന്നിയെന്ന് വരാം. തലമുടിയിൽ ഇങ്ങനെ പുരട്ടുന്ന സമയത്ത് പലപ്പോഴും ഇത്തരം മെറ്റലുകൾ നമ്മുടെ തലയോട്ടിയിൽ, നമ്മുടെ സ്കിന്നിലും തലയോട്ടിയിലും എല്ലാം തന്നെ വളരെ ചെറിയ മൈക്രോ കാപ്പിലറീസ് ഉണ്ട്. ഈ കാപ്പിലറീസിലുള്ള രക്തം വഴിക്ക് ഇത് അബ്സോർബ് ചെയ്യുകയും തുടർച്ചയായിട്ട് ഇത്തരത്തിൽ മെറ്റലുകളുടെ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ വൃക്കകൾക്ക് ഇത് കേടുപാടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. പലപ്പോഴും ഇത്തരത്തിലുള്ള വൃക്കരോഗങ്ങൾ ആരും നോക്കാറും ശ്രദ്ധിക്കാറും ഇല്ലാത്തത് കൊണ്ട് ഗുരുതരമാകുമ്പോഴായിരിക്കും തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തലമുടിയിൽ കളറുകൾ ചെയ്യുന്നത് തെറ്റല്ല, എന്നാൽ ചെയ്യുന്ന കളറിന്റെ ക്വാളിറ്റി നിങ്ങൾ ഒന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് പോയി തലമുടിയിൽ പലവിധ കളറുകൾ ചെയ്യുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന് തിരിച്ചറിയുക. എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യൂ.